ഹലോ, ഗുഡ് ഈവനിംഗ്. ജനകീയ വാർത്താ നേരത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പോടെ ആരംഭിക്കുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ആദ്യം പോകുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന്റെ വാർത്തയിലേക്കാണ്. 9 വയസ്സുകാരിക്ക് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടേ ഇല്ലെന്ന് ആവർത്തിക്കുകയാണ് ആശുപത്രി അധികൃതർ. രക്തക്കുഴലിന്റെ ഇന്നർ ലെയറിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നും നിറവ്യത്യാസവും വേദനയും ഉണ്ടെങ്കിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം. എന്നാൽ അധികൃതർ പറഞ്ഞത് നുണയാണെന്നാണ് കുടുംബം പറയുന്നത്. ഒരു നിർദ്ദേശവും നൽകിയിരുന്നില്ലെന്ന് കുട്ടിയുടെ മാതാവ് പ്രസീത പറയുന്നു. വീട്ടുമുറ്റത്ത് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെയാണ് 9 വയസ്സുകാരിക്ക് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒടുവിൽ ചികിത്സയ്ക്ക് ശേഷം ഒരു കൈയില്ലാത്ത അവസ്ഥ. തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ആശുപത്രി അധികൃതർ. ഈ ചെറുപ്രായത്തിൽ നിന്ന് എത്ര അവൾക്ക് ജീവിക്കാനുണ്ട്? ജീവിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലേ 4-ാം ക്ലാസ്സല്ലേ എത്തിയിട്ടുള്ളൂ. ജീവിക്കണ്ടേ? ജീവിച്ച് എങ്ങനെ ആവുന്നു അറിയില്ല. കൈ മുറിച്ചു മാറ്റിയതിൽ ആശുപത്രിക്കോ ഡോക്ടർമാർക്കോ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 24-ന് കൈക്ക് പരുക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ എക്സ്റേ പരിശോധിച്ച് ചികിത്സ നൽകി. പ്ലാസ്റ്റർ ഇട്ടതിനു ശേഷം കയ്യിൽ രക്തയോട്ടമുണ്ടെന്ന് ഉറപ്പുവരുത്തി. വേദനയുണ്ടെങ്കിൽ ഉടൻ ആശുപത്രിയെ സമീപിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയതായും സൂപ്രണ്ട്. നീര് കൂടിയിട്ടും കുട്ടി ആശുപത്രിയിൽ എത്തിയില്ലെന്നും സംഭവിച്ചത് അപൂർവ പ്രതിസന്ധിയെന്നും ആശുപത്രി അധികൃതർ. ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന, ഇപ്പോൾ നമ്മൾ എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചുള്ളത്. അത് പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഓർത്തോ ഡോക്ടർമാരായ ഡോക്ടർ സിജു KM, ഡോക്ടർ ജൗഹർ KT എന്നിവർ അന്വേഷിച്ച റിപ്പോർട്ടാണ് DMOയ്ക്ക് സമർപ്പിച്ചത്. റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ട് KGMOയും രംഗത്തെത്തി. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്നും KGMOയെ വ്യക്തമാക്കി. ആശുപത്രിയിൽ എത്തിയിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമ്മ പ്രസീത. റിപ്പോർട്ട് ആരൊക്കെയോ സംരക്ഷിക്കാൻ. മകളുടെ അവസ്ഥ ഗുരുതരമായി തുടരുന്നു. നിയമ നടപടിയുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്നും സൂപ്രണ്ടിന്റെ വാദങ്ങൾ പച്ചക്കള്ളമെന്നും അമ്മ പ്രസീത 24-നോട്. പക്ഷെ സൂപ്രണ്ട് സാറ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ തെറ്റാ പറഞ്ഞത്. അവര് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ പാവങ്ങളല്ലേ. ഞങ്ങൾക്ക് ആരും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് പറയാൻ ആരും ഇല്ലല്ലോ. അതാണ് അവർ അങ്ങനെ പറയുന്നത്. കാരണം അവൻ്റെ കയ്യിൽ എല്ലാവരും ഉണ്ട്. സാഹചര്യങ്ങൾ വിലയിരുത്തി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തങ്ങളെ ചികിത്സാ സഹായമടക്കം ഉറപ്പാക്കി സംരക്ഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ചികിത്സ നിഷേധിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. നിയമ നടപടിയുമായി ഏതറ്റം വരെ പോകുമെന്നും ഇവർ പറയുന്നു. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തീർച്ചയായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടൻ നടപടിയെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ എപ്പോൾ നടപടി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. പാലക്കാട് നിന്നും ഐഷത്തുൽ ഷംനയ്ക്കൊപ്പം കോഴിക്കോട് നിന്നും YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാഹചര്യം എന്നതൊക്കെയാണ് ആ DMO അടക്കമുള്ളവർ വിശദീകരിച്ചത്. അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി സൂപ്രണ്ടും മറ്റ് ചികിത്സിച്ച ആളുകളും വിദഗ്ധരും ഒക്കെ വിശദീകരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർ ഇതിൽ വലിയ രോഷം കൊള്ളുന്നുണ്ട്. പ്രത്യേകിച്ച് 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഒരു കുഞ്ഞെന്ന് നമുക്ക് പറയാം. അത് ഇനി എത്ര കാലം മുന്നോട്ടേക്ക് ജീവിതമുള്ളതാണ്. ആ കുട്ടിയുടെ ഒരു കൈപ്പത്തിയില്ല എന്ന നിലയിലേക്ക് പോകുന്നത് അതിൻ്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ നമുക്കതിനെ ആലോചിക്കുമ്പോൾ തന്നെ വലിയ സങ്കടം ഉണ്ടാകുന്നുണ്ട്. ഒരു കൊച്ചിൻ്റെ കൈ മുറിച്ച് മാറ്റിയിട്ട് ന്യായീകരിക്കാൻ നാണമില്ല ഇവർക്കെന്നാണ് രവികുമാർ ചോദിക്കുന്നത്. ന്യായീകരണങ്ങൾക്കപ്പുറത്തേക്ക് ആ കുട്ടിക്ക്, ആ കുടുംബത്തിന് ഇനി ഏത് തരത്തിലാണ് സഹായമൊരുക്കാൻ, തുടർ ചികിത്സയോ മറ്റെന്തെങ്കിലും പ്രതിവിധികളോ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ സംവിധാനങ്ങൾ, സിസ്റ്റം തയ്യാറാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തനം തടസ്സപ്പെട്ട വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഫാക്ടറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു. മലബാർ മീറ്റ് ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ ബ്രഹ്മഗിരി സൊസൈറ്റിയും സെഡാർ ഗ്രൂപ്പും തമ്മിൽ ധാരണയായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ധാരണാപത്രം ഒപ്പിട്ടേക്കും. അതേസമയം നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. ബ്രഹ്മഗിരിയിലെ
മാംസ സംസ്കരണ ഫാക്ടറി ഒക്ടോബർ മാസം അവസാന വാരം തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതോടെ പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ. ഒരു വർഷമായി മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സെഡാറുമായി ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ലാഭവിഹിതത്തിന്റെ 51% ബ്രഹ്മഗിരിക്ക് ലഭിക്കും. 49% സെഡാറിനും നൽകാനാണ് ധാരണ. ലാഭവിഹിതം ഉപയോഗിച്ച് നിക്ഷേപകരുടെ പണം ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനാണ് ശ്രമം. നിലവിൽ യൂണിറ്റ് പ്രവർത്തിച്ചിരിക്കുന്നത് ഉൽപാദനക്ഷമതയുടെ 15% മാത്രമാണ്. 60%-ഓളം ഉൽപാദനക്ഷമത ഉയർത്താനാണ് ശ്രമം. ഇതുവഴി സൊസൈറ്റിയെ ലാഭത്തിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതേസമയം നിക്ഷേപം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് തുടർ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണ് ഇരകളായവർ. ഒക്ടോബർ 16-ന് ബ്രഹ്മഗിരി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തുടർന്ന് ഡയറക്ടർമാരുടെ ഓഫീസിലേക്കും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തും. ഞങ്ങൾ ഈ വരുന്ന 16-ാം തീയതി ഈ ബ്രഹ്മഗിരിയുടെ പാതിരിപ്പാലത്തുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയുമാണ് ഞങ്ങൾ ആദ്യം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തീരുമാനമായി ഞങ്ങളെ സംബന്ധിച്ച് നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് തിരിച്ചു കിട്ടുന്നത് വരെ ഏത് രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അതിന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. കോൺഗ്രസും BJPയും ബ്രഹ്മഗിരി വിഷയം ഉയർത്തി തുടർ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. മന്ത്രി OR കേളുവിന്റെ ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. നിക്ഷേപകരെ പറഞ്ഞു പറ്റിച്ചതിന്റെ ചരിത്രമുണ്ട് ബ്രഹ്മഗിരി സൊസൈറ്റിക്ക്. ഇത്തവണ വാക്ക് പാലിക്കപ്പെടുമോ? കണ്ടറിയാം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. സുജിത്ത് പറഞ്ഞതുപോലെ വാഗ്ദാന ലംഘനത്തിന്റെ വലിയ കഥയുണ്ട് ബ്രഹ്മഗിരിയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുമ്പോൾ പോലും ഈ പണം എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ട്. നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനാണ് ഇരകളായവരുടെ തീരുമാനം. ബ്രഹ്മഗിരി ഓഫീസിലേക്കും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തും. കാണാം കൂടുതൽ പ്രതികരണങ്ങൾ. ഞങ്ങളിപ്പോൾ ആദ്യഘട്ടമായിട്ടാണ് പാതിരിപ്പാല ഓഫീസിലേക്കാണ് മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം തുടർ സമര പരിപാടികളായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ പുറകെ സ്ഥിരമായിട്ട് നടന്ന ക്യാൻവാസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ വീടുകളിലേക്ക്, പിന്നെ എൻ്റെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ആക്ച്വലി ഇതിനകത്ത് പൈസ കളക്ഷനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്തിരുന്നത്. അവരുടെ വീടുകളിലേക്ക് ഉണ്ടാകും. പിന്നെ അതിനുശേഷമായിട്ട് ഞങ്ങൾ സത്യാഗ്രഹം കാര്യങ്ങൾ മറ്റേ റിലേ സത്യാഗ്രഹം കാര്യങ്ങളിലേക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഇവർ തുറക്കുമെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ തുറന്നിട്ടില്ല. എത്രത്തോളം ഇത് തുറക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൊടുത്ത പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. പ്ലാന്റ് തുറന്നാലും വേണ്ടില്ല, തുറന്നില്ലെങ്കിലും വേണ്ടില്ല. ഞങ്ങൾ കൊടുത്ത പണം കിട്ടും. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരണം. അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഓരോ ഘട്ടമായിട്ടായിരിക്കും ഞങ്ങൾ ഓരോ സമര പരിപാടിയിൽ അവസാനം എന്നുള്ളത് ഞങ്ങൾ CPMൻ്റെ ജില്ലാ ആസ്ഥാനത്തേക്കായിരിക്കും ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും അവരുടെ കുടുംബവും അങ്ങോട്ട് അവിടെ നിന്ന് ഞങ്ങൾ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഞങ്ങൾ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ അവിടെ ഇരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പൈസ ഡിപ്പോസിറ്റ് ചെയ്ത പാർട്ടിയാണ് ഞങ്ങൾ. 3 വർഷമായി ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് നടക്കുന്നു. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഫാക്ടറി തുറക്കും പറയും. തുറന്നുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമൊന്നുമില്ല. തുറന്നാലും തുറന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങളിന്ന് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ അനുഭാവികളാണ് ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ട് ഞങ്ങളുടെ ട്രഷറിയിലുള്ള പൈസ ഇടിച്ചത്. എൻ്റെ മോളുടെ ഒരു ജോലീൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു. പൈസ ഇടുമ്പം നമ്മളോട് പറഞ്ഞത് പിന്നെ 3 ആഴ്ച മുന്നേ നമ്മളോട് പറഞ്ഞാൽ പൈസ തിരിച്ചു തരാമെന്നാണ്. പക്ഷെ ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ പൈസ ചോദിച്ചപ്പോൾ അവർ തന്നില്ല. തരാതല്ല, അതിൻ്റെ അവസാനം അവർ പറഞ്ഞത് ആ മാനേജറുടെ നമ്പറും ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ ഇട്ട് ഞാൻ ഇട്ട പൈസ എനിക്ക് തരാത്ത ഒരു മാനേജർക്ക് ഇട്ട് കൊടുക്കുന്ന വ്യത്യാസം ഉണ്ടായി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ റേഷൻ കടയ്ക്ക് സമീപം കൊലക്കേസ് പ്രതി താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലാണ് സംഭവം. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ച നിലയിലാണ് മൃതദേഹം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. സൂരജ് സജി നൽകും വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ദാരുണമായ സംഭവമാണ്. കൊലപ്പെടുത്തി ഒരുപക്ഷെ തെളിവ് നശിപ്പിക്കാനാണോ അങ്ങനെ ചെയ്തതെന്നറിയില്ല. മൃതദേഹം കത്തിച്ച നിലയിലും. ആരാണ് ഇവിടെ താമസിച്ചിരുന്നത്? അവിടെ ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉള്ളതായോ, അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ആളെന്ന് സംശയമുള്ള ആരെങ്കിലും കുറിച്ച് ആ പ്രദേശവാസികളോ മറ്റോ പറയുന്നുണ്ടോ?
ഗൂഗിൾ 2 കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സണ്ണിയാണ് ഈ ചൊവ്വന്നൂരിലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്നത്. ആ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ പുക ഉയരുന്നത് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടുകൂടി നാട്ടുകാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മൃതദേഹത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച പാടുകളുമുണ്ട്. അതിനുശേഷം ഈ മൃതദേഹം കത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായുള്ള നിഗമനം. ഈ സണ്ണി നിലവിൽ ഇവിടെയില്ല, സണ്ണിയാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ സണ്ണിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. അങ്ങനെയെങ്കിൽ ഈ സണ്ണിയെക്കുറിച്ച് അല്ലെങ്കിൽ സണ്ണിയെ കണ്ടെത്തിയാൽ മാത്രമാണ് ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദവിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നേരത്തെ 2 കൊലപാതക കേസിൽ പ്രതിയാണ് ഈ ക്വാർട്ടേഴ്സിന്റെ ഉടമയായിട്ടുള്ള സണ്ണി. ഒരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി ഇവിടെ ഈ ക്വാർട്ടേഴ്സിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം കൂടി സണ്ണിയുടെ ക്വാർട്ടേഴ്സിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ അവിടെ എത്തി പരിശോധനകളും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഗൂഗിൾ. ശരി, സൂരജാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചൊവ്വന്നൂരിലാണ് ഈ ദാരുണ സംഭവം. ക്വാർട്ടേഴ്സിന്റെ ഉടമയായ 2 കൊലക്കേസുകളിലെ പ്രതിയായ സണ്ണിക്ക് വേണ്ടിയാണ് തിരച്ചിൽ. 40 വയസ്സിലധികമുള്ള പുരുഷന്റെ മൃതദേഹമാണ് അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഉപജീവന മാർഗമായ തോടുകളിലും കനാലുകളിലും കായലുകളിലും അടക്കം പിടിമുറുക്കുന്ന നീർപ്പോളകൾ ആലപ്പുഴ നിവാസികളുടെ എക്കാലത്തെയും തലവേദനയാണ്. യഥാസമയം നീർപ്പോളകൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കർമ്മപദ്ധതി കൊണ്ടുവരണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നീർപ്പോളകളെ നീക്കം ചെയ്യാൻ കൊണ്ടുവന്ന പദ്ധതികൾ പൂർണ്ണമായും ഫലം ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം. വ്യാപാരത്തിനും ഉപജീവനത്തിനുമെന്നും വേണ്ട നിത്യജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഉൾനാടൻ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നവരാണ് ആലപ്പുഴയിലെ ജനങ്ങൾ. കനാലുകളിലും തോടുകളിലും നീർപ്പോളകൾ വളർന്നു മുറ്റിയതോടെ അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. കൊളോണിയൽ വാഴ്ചയ്ക്ക് അറുതി വരുത്തിയിട്ട് 79 വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും അതേ അധിനിവേശ സ്വഭാവവുമായി ഒരു ജലസസ്യം നമ്മുടെ ജലാശയങ്ങളെ മലിനമാക്കുന്നു. പോണ്ടേഡാരിയ ക്രാസിപ്പസ് എന്ന വാട്ടർ ഹൈസിന്ത് 80കളിൽ കൊൽക്കത്തയിൽ ഒരു കുളത്തിൽ ബ്രിട്ടീഷുകാർ അലങ്കാരത്തിന് വേണ്ടി നട്ടുപിടിപ്പിച്ചതാണ് ഈ കളയെ. ഇളം മെറൂൺ നിറത്തിലുള്ള പൂവ്. പിന്നീട് അത് നമ്മുടെ ജലാശയങ്ങളെ ഒന്നാകെ കീഴടക്കി. ടെറർ ഓഫ് കൊൽക്കത്ത എന്നൊരു പേരും ഈ ജലസസ്യത്തിനുണ്ട്. ജലഗതാഗതത്തിന് കൂടുതലായി ഉപയോഗിക്കുന്ന ചുങ്കം പള്ളാത്തുരുത്തി കനാലിലാണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. ഒരു തരത്തിലും ആളുകൾക്ക് പോകാനോ വരാനോ അല്ലെങ്കിൽ വള്ളത്തിൽ പോയി സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരാനോ മറ്റു കാര്യങ്ങൾക്കൊന്നിനും ഒരു തരത്തിലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിപ്പം മുനിസിപ്പാലിറ്റി ആണെങ്കിലും സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു മിഷൻ ഒരു യന്ത്രം ഇടപെട്ടുകൊണ്ട് ഇത് ക്ലീൻ ചെയ്ത് മാറ്റും. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് പോളെ അടിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുട്ടനാട് അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും തുരുത്തുകളിൽ നിന്നും ആളുകൾ ആലപ്പുഴയിലേക്ക് സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനുമായി വരുന്നത് വള്ളത്തിലൂടെയാണ്. കുട്ടനാട് മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചെറുവള്ളത്തിലാണ് വരുന്നത്. ആ വള്ളത്തിലൊന്നും ഇപ്പോൾ ആൾക്കാർ അവിടെ വന്ന് വള്ളം കെട്ടിയിട്ട് പൈസ മുടക്കി ഓട്ടോറിക്ഷയിൽ കയറിയാണ് പടിഞ്ഞാറ് പോയി സാധനം വാങ്ങുന്നത്. ആ ഒരു ബുദ്ധിമുട്ടാണ്, ഡബിൾ ചിലവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ചെയ്യേണ്ട ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറച്ച് വാരും വീണ്ടും പഴയ കുറച്ച് 1-1.5 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ വരിക. ഒരു പരിഹാരമില്ല. ഇവർക്ക് പുറമെ മത്സ്യബന്ധനത്തിലൂടെയും കക്കവാരലിലൂടെയും ജീവിക്കുന്ന തൊഴിലാളികൾക്കും പ്രതിസന്ധിയുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട വള്ളങ്ങൾ ഇരട്ടി സമയമെടുത്താണ് ഇപ്പോൾ യാത്ര. കുറഞ്ഞ സമയം കൊണ്ട് വളർന്നു പന്തലിച്ച് ഒരു ജലാശയത്തെ ആകെ മൂടിക്കളയാൻ കഴിയും ഇവയ്ക്ക്. അടിയിൽ വെള്ളമുണ്ടെന്നറിയാതെ പച്ചപ്പിൽ കാലുവെച്ചാൽ അകപ്പെടുന്നത് വലിയ കെണിയിലാകും. ഇപ്പം അപ്പുറത്ത് ഞാനൊരു വള്ളം വലിച്ചു കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഇത് കണക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കെയർ ഓഫിൽ ഈ പോള എടുക്കുന്ന യന്ത്രം അവിടെ കിടപ്പുണ്ട്. അത് വെറുതെ കിടക്കുക. ഒരാൾ രാവിലെ അതിൻ്റെ അകത്ത് വന്നിരിക്കും. ചോദിക്കുമ്പോൾ പറയുന്നത് അതിന് പെട്രോളില്ല. അവനെന്തെങ്കിലും ഒരു ഇച്ചിരി വലിച്ചിട്ടേച്ചും പോവും. ഇത് വരുന്നതിന് മുമ്പ് ഈ മുനിസിപ്പാലിറ്റി നമ്മുടെ ഈ നാട്ടിൽ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരെ 2-3 ദിവസം പണിയിച്ചിട്ട് പിന്നെ അവരെ നേരെ തൊഴിലുറപ്പും ഇല്ലെന്ന്. ചെറിയ വള്ളങ്ങൾ ഈ ഇറമ്പി പിടിക്കുന്ന പോള വെട്ടി വിടുക, ഇതങ്ങ് പോകും. ഇത്ര കാട് വരത്തില്ല. ഇത് ആവത്തുമില്ല ഇവിടെ. മനസ്സിലായി. അത് ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യണം. അവർ 2 ചെറിയ വള്ളങ്ങളായിട്ട് 2 പേരെ നിർത്തുവാണെങ്കിൽ അത് ഇതിന് നല്ല തീരുമാനമാവും. ഈ നീർപ്പോളകളെ ഉപയോഗിച്ചുകൊണ്ട് ബയോഡീസലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലും അതിന്റെ ചെറിയ ചില മാതൃകകൾ പരീക്ഷിക്കുന്നു. അത്തരം സ്ഥാപനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോളകൾ കൊണ്ടുപോകും.
പക്ഷേ അതുകൊണ്ടൊന്നും ഇവയെ പൂർണ്ണമായും തുരത്താൻ സാധിക്കുന്നില്ല. നഗരസഭയുടെ പോള നീക്കൽ യന്ത്രങ്ങൾ പലയിടത്തും കാണാം. എന്നാൽ ഇത് ഫലപ്രദമാകണമെങ്കിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെറിയ യന്ത്രങ്ങൾ കൂടുതലായി ഇറക്കേണ്ടതുണ്ട്. സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ചിലർ പോള നീക്കലിന് രംഗത്തെത്താറുണ്ട്. വൻതോതിൽ പോളകൾ ജലാശയത്തിൽ കുന്നുകൂടിയതിനു ശേഷം മാത്രമേ അധികാരികൾ ഇടപെടുന്നുള്ളൂ എന്നാണ് ജനങ്ങളുടെ പരാതി. 1ൽ നിന്ന് 10ഉം 10ൽ നിന്ന് 100ഉം 1000ഉം 10000ഉം ലക്ഷവുമൊക്കെയായി വളർന്നു പന്തലിക്കുന്ന അതിവേഗത്തിൽ വികസിക്കുന്ന ഈ കളകളെ തുരത്താൻ, ഈ പോളകളെ തുരത്താൻ തുടർച്ചയുള്ളതും സംഘടിതവുമായ ശ്രമങ്ങൾ തന്നെ വേണം. അതിന് രൂപം കൊടുക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും. ക്യാമറാമാൻ ഷിബിൻ ബഷീറിനും സായിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ആലപ്പുഴയുടെ ജീവനാടിയാണ് വെള്ളവും വള്ളവും ഒക്കെ. അവിടെ വലിയ തടസ്സമാണ്. പതിറ്റാണ്ടുകളായി ഈ പ്രശ്നം അവിടെ ഉയർന്നിട്ട് പലപ്പോഴായി പല യന്ത്രങ്ങൾ, വിദേശ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ആ യന്ത്രങ്ങളൊക്കെ ഷെഡിലാണ്, കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകുന്നില്ല. നിരന്തരമായി ഈ പോള നീക്കാനുള്ള ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവിടുത്തുകാരുടെ സുഗമമായ ജീവിതത്തിന്, മത്സ്യബന്ധനത്തിന്, യാത്രയ്ക്കൊക്കെ വഴിയൊരുങ്ങുകയുള്ളൂ. അതിനുവേണ്ട ഇടപെടൽ തദ്ദേശ. കഫ് സിറപ്പുകളുടെ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായ ഉപയോഗം ഉറപ്പാക്കാനും ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിയന്തര യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. വിനീത വിജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, 2 സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 14 കുട്ടികൾ ഈ കഫ് സിറപ്പ് കഴിച്ചു മരിച്ചു എന്ന നിഗമനത്തെ തുടർന്നാണ്, ഈ സംഭവത്തെ തുടർന്നാണ് ഈ യോഗം ചേരുന്നത്. ഏത് തരത്തിലുള്ള മാർഗനിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് ഈ യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നൽകുന്നത്? ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് ഈ ചുമയ്ക്കുള്ള കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച 14 കുട്ടികൾ മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയിൽ ഈ മരിച്ച കുട്ടികളുടെ വൃക്ക സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രത്യേകമായിട്ടുള്ള ഒരു അടിയന്തര യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ആ യോഗം എടുത്തിരിക്കുന്നതെന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടിയാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. ചില ആരോഗ്യ സംസ്ഥാനങ്ങൾ അത്തരത്തിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ വച്ചതായിട്ടുമുള്ള ചില സൂചനകൾ കൂടി നമുക്ക് ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് അത്തരം ചില സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഈ കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായിട്ടുള്ള ഉപയോഗം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ന് ചേർന്ന യോഗത്തിൽ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വീഴ്ച വരുത്തുന്ന യൂണിറ്റുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തിലെയും ആരോഗ്യ സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടി ഓൺലൈനായാണ് ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളാണ് ഈ ചുമയ്ക്കുള്ള കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഗുജറാത്ത് സംസ്ഥാന തലത്തിൽ തന്നെ, സർക്കാർ തലത്തിൽ തന്നെ ഈ മരുന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ഈ മരുന്നിൽ കലർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ ഈ മരുന്ന് കുട്ടികൾക്ക് എഴുതി നൽകിയ ഡോക്ടർ പ്രവീണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടിയാണ് മധ്യപ്രദേശ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സർവീസിൽ നിന്ന് ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും അടിയന്തരമായി തന്നെ ആരോഗ്യ മന്ത്രാലയം യോഗം ചേരുകയും നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇതിനോടകം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ. ശരി വിനീത, ഏതായാലും ഗുരുതരമായ സാഹചര്യമാണ് ഉടലെടുത്തത്. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കുക എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളിലായി 14 കുട്ടികളുടെ മരണം. ഏതായാലും ഇപ്പോൾ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന്. കഫ് സിറപ്പ് ഉപയോഗത്തിൽ, അതിന്റെ വിതരണത്തിൽ, അതിന്റെ നിർമ്മാണത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. മറ്റൊരു വാർത്ത കൂടി എത്തുന്നു. CMRL എക്സാലോജിക് മാസപ്പിടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കൊളുനാടൻ MLA നൽകിയ അപ്പീൽ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. അന്വേഷണ ആവശ്യം തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരായാണ് അപ്പീൽ നൽകിയത്. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഈ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ ഒരുപാട് വിമർശനങ്ങൾ മാത്യു കൊളുനാടൻ കേട്ടതാണ്. പക്ഷേ തുടർ നിയമ പോരാട്ടം, ആ അന്വേഷണ ആവശ്യത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് മാത്യു, അല്ലേ?
തീർച്ചയായിട്ടും ഗോകുൽ, CMR എക്സാലോജിക് മാസപ്പടി കേസ് അതുമായി മുൻപ് ആ കേസിൽ വിജിലൻസ് അന്വേഷണവുമായി വേണമെന്ന ആവശ്യവുമായി മുൻപോട്ട് പോവുകയാണ് മാത്യു കുഴൽനാടൻ. നേരത്തെ വിജിലൻസ് കോടതി തള്ളുകയും തുടർന്ന് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. എന്നാൽ കേരള ഹൈക്കോടതിയിലും അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയും ആ ഒരു അപ്പീൽ തള്ളുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണം എന്ന ആവശ്യം ചൂണ്ടിക്കാട്ടിയാണ്, അതായത് ഹൈക്കോടതി ഉത്തരവിനെതിരെ കൂടിയാണ് മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ അപ്പീലാണ് ഇപ്പോൾ നാളെ പരിഗണിക്കാനായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ 12ാമത്തെ ഇനമായി ആയിരിക്കും ഈ കേസ് നാളെ പരിഗണിക്കുക. എന്തായാലും നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് സുപ്രീം കോടതിയുടെ നിലപാടെന്ന കാര്യത്തിൽ വ്യക്തമാകും. ഹൈക്കോടതി ഉത്തരവ് അത് സുപ്രീം കോടതി ശരിവെക്കുമോ, അല്ലെങ്കിൽ മാത്യു കുഴൽനാടന്റെ ആവശ്യം, അതായത് വിജിലൻസ് അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ നാളെ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറെ വിവാദമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ് ഈ CMRL എക്സാലോജിക് മാസപ്പടി കേസ്. അതിലെന്താണ് ഇനി സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം എന്താണെന്നതിൽ നാളെ ഒരു വ്യക്തത ലഭിക്കും. ഗോകുൽ. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ അവസാന ഓപ്ഷനാണ് ഈ സുപ്രീം കോടതിയിലെ ഹർജി. ഏതായാലും മാത്യു കുഴൽനാടന്റെ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഇല്ലാത്ത ലിഫ്റ്റിന് പണം നൽകി കൊല്ലം പുനലൂർ നഗരസഭ വീണ്ടും വിവാദത്തിൽ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 7 നില വ്യാപാര സമുച്ചയത്തിലാണ് ഇതുവരെ സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 1/4 ഭാഗം ഫണ്ട് കൈമാറിയത്. ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി തലയൂരുകയാണ് നഗരസഭാ നേതൃത്വം. വാങ്ങിയിട്ട കസേരകൾക്ക് പണം നൽകാത്തതിന്റെ പേരിൽ കമ്പനി അധികൃതരെത്തി മുഴുവൻ കസേരകളും എടുത്തുകൊണ്ടുപോയപ്പോൾ നാണം കെട്ട പുനലൂർ നഗരസഭ. അവിടെയാണ് സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് 75% തുകയും പുനലൂർ നഗരസഭ മുൻകൂറായി നൽകിയിരിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 7 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ ലിഫ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ലിഫ്റ്റ് സ്ഥാപിക്കാതെ തന്നെ കരാറുകാർക്ക് 1/4 ഭാഗം തുകയും ലഭിച്ചു കഴിഞ്ഞു. 13 ലക്ഷം രൂപ ഇത്തരത്തിൽ നൽകിയെന്നാണ് വിവരം. ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് തടിയൂരുകയാണ് നഗരസഭാ നേതൃത്വം. നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഇതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ടെക്നിക്കലി പരിശോധിക്കേണ്ട കാര്യമാണ്. മുനിസിപ്പൽ എഞ്ചിനീയറുടെ ഇടപെടലാണ് പിന്നിലെന്ന് നഗരസഭാ സെക്രട്ടറി. പിന്നിൽ അഴിമതിയാണ് ലക്ഷ്യമെന്നും സംഭവത്തിൽ UDF പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രതിപക്ഷം പറയുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് വെക്കാത്ത ലിഫ്റ്റിന് പണം മാറിക്കൊടുത്ത അതിഗുരുതരമായ സംഭവം പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി UDF മുന്നോട്ട് വരും. പണിഞ്ഞിട്ടും പണി തീരാത്ത പുനലൂർ നഗരസഭയുടെ 7 നില കെട്ടിടത്തിലെ സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് നഗരസഭ നൽകിയിരിക്കുന്നത് 13 ലക്ഷം രൂപ. ഇവിടെ ഇങ്ങനെ സ്ഥാപിക്കാത്ത ലിഫ്റ്റിന് അഡ്വാൻസ് തുകയായി 75% നൽകിയത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിന് നഗരസഭാ അധികൃതർ മറുപടി പറയണം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇല്ലാത്ത ലിഫ്റ്റിനാണ് പൊതുജനത്തിന്റെ പണം. അങ്ങനെ ഒരിക്കൽ കൂടി പുനലൂർ നഗരസഭ വാർത്തകൾ ഇടപിടിക്കുകയാണ്. മുമ്പ് സൂചിപ്പിച്ച പോലെ കസേരയുടെ വിഷയം ഒരുപാട് ചർച്ചയായതാണ്. ഇത് വിചിത്രമായ ഒരു നടപടിക്കപ്പുറത്തേക്ക് ഇതിൽ വീഴ്ച വരുത്തിയതാരെന്ന് കണ്ടെത്തട്ടെ. ആരെയാണ് കൈയച്ച് സഹായിച്ചെന്ന് അന്വേഷണം ഉണ്ടാകട്ടെ. ഇനി പത്തനംതിട്ടയിലേക്കാണ്. ഒരു പാലം എന്ന കോന്നി ചിറ്റൂർ കടവുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് 3 തൂണിട്ടതിനപ്പുറം പാലത്തിന്റെ ഒരു പണിയും ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. കരാറുകാരന് പണം നൽകാതെ വന്നതോടെയാണ് പാലത്തിന്റെ പണി പാതി വഴിയിൽ മുടങ്ങിയത്. യാത്രാക്ലേശം പരിഹരിക്കാൻ പാലം പണി ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിറ്റൂർ കടവ് പാലത്തിന് വേണ്ടി ഇങ്ങനെ തൂണുകൾ ഉയർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ പാലം പണി എങ്ങും എത്തിയിട്ടില്ല. ചിറ്റൂർ മുക്കിനെയും അട്ടച്ചാക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോന്നി ചിറ്റൂർ കടവ് പാലത്തിന് ശിലാസ്ഥാപനം നടത്തുന്നത് 2016-ൽ. റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.50 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രത്തിന്റെ ചുമതലയിലാണ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നദിയുടെ ഇരുകരകളിലുമായി പാലം നിർമ്മിക്കുന്നതിനുള്ള
3 തൂണുകളിൽ മാത്രമായി പാലം ഒതുങ്ങി. പൊതുമരാമത്ത് പാലം വിഭാഗത്തിന് നിർമ്മാണം കൈമാറാതെ നിർമ്മിതി കേന്ദ്രത്തിന് കരാർ നൽകിയത് മൂലം പണം ലഭിക്കാതെ വന്നതാണ് നിർമ്മാണം നിലയ്ക്കുന്നതിന് കാരണമായത്. കരാറുകാരന് പണം ലഭിക്കാതെ വന്നതോടെ കോടതി വ്യവഹാരത്തിലേക്ക് എത്തി നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. പിന്നീട് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചെങ്കിലും നിലവിലെ തൂണുകൾ സുരക്ഷിതമല്ലെന്ന് വിദഗ്ധ പഠനം നടത്തിയ തിരുവനന്തപുരം സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം കണ്ടെത്തിയതും തിരിച്ചടിയായി. നേരത്തെ ഇരു കരകളെയും ബന്ധിപ്പിക്കാൻ കടത്തുവള്ളമുണ്ടായിരുന്നു. പാലത്തിന്റെ തൂണുകൾ വന്നതോടെ അതും നിർത്തി. നിരവധി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു പാലമാണ് ഈ ചുരുക്കടവ് പാലം. MLA-മാർ ഈ ഫ്ലക്സ് കൊണ്ടുള്ള മാമ്പാങ്കം നടത്തി ഇത് കരാർ അടിസ്ഥാനത്തിൽ ഇത് കൊടുത്തിട്ട് 49% അധിക തുക കരാറുകാരൻ ചോദിച്ചതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോയതായിട്ടാണ് ഇപ്പോഴത്തെ അറിവ്. പാലം യാഥാർത്ഥ്യമായാൽ കോന്നിയുടെ കിഴക്കൻ മേഖലയിൽ മലയാലപ്പുഴ, തണ്ണിത്തോട്, കോന്നി മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാകും. നേരത്തെ ഈ കടത്തിൽ നമുക്ക് കടത്തുവള്ളം ഉണ്ടായിരുന്നു. ഇപ്പോഴത് നിർത്തലാക്കിയിരിക്കണം. ഈ തൂണുമൊക്കെ പണിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് വള്ളത്തിൻ്റെ ഉപയോഗം നടക്കാത്തത് കാരണം അവർ വള്ളം നിർത്തി. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിനായി പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും തുക വകയിരുത്തിയതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്നുമാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ പാലം പണി ഇങ്ങനെ മുടങ്ങിക്കിടക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് ഒരു നാടിൻ്റെ വികസന കുതിപ്പാണ്, ഒപ്പം ഒരു ജനതയുടെ സ്വപ്നങ്ങളും. എത്രയും പെട്ടെന്ന് ഈ പാലം പണിത് ഇതിലൂടെ വണ്ടികൾ കടത്തിവിടാനുള്ള സംവിധാനം ബന്ധപ്പെട്ട അധികാരികൾ ഒരുക്കണം. AV ജയശങ്കർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. പാലം വരുമെന്ന് കരുതി കടത്തു നിർത്തി. ഇപ്പോൾ കടത്തുമില്ല, പാലവുമില്ല, നാട്ടുകാർക്കിടയിലുമായി. ഏതായാലും അവരുടെ ആവശ്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ. ആ പാലം പണി പൂർത്തിയാക്കാനുള്ള ഇടപെടലുകൾ സജീവമാവട്ടെ. ഇതോടെ പൊതുജനം കഴുതിയില്ല സർ പൂർണ്ണമാകുകയാണ്. നാളെ വൈകുന്നേരം 6:30 വീണ്ടും പൊതുജനം കഴുതിയില്ല സർ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.